ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് നമ്മൾ 2 ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഷോർട്സിലും ഉണ്ട്, ലോങ് വീഡിയോസിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കത്രിയോ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പക്ഷെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കൈയൊന്നും മുറിയാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് കത്രിക വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ കൂട്ടുകാരെ, ഇതിലും വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഒരുപാട് പുതിയ കൂട്ടുകാർ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങണമെന്ന് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എന്നെ അതിലോട്ട് കൊണ്ടെത്തിച്ചു. ഇപ്പോൾ യൂട്യൂബാണ് ജീവിതം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഡെയിലി ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ എന്തോ വല്ലാത്ത ഒരു മനോവിഷമത്തിലാണ് ഞാൻ. അത്രമാത്രം ഈ ഒരു ക്രാഫ്റ്റിനോട് വളരെയധികം എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ഇതിനോട്. അപ്പോൾ നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല നമ്മളിതുപോലെ ക്രാഫ്റ്റ് ചെയ്ത് തന്നെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേറെ എന്തെങ്കിലും മൈൻഡിൽ എന്തെങ്കിലും സങ്കടം വന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആവും, ഹാപ്പി ആവും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ വച്ചിരുന്നാൽ നമുക്ക് സൂപ്പർ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വയ്ക്കാം. വെറുതെ എന്തിനാ പുറത്ത് പൈസ കൊടുത്ത് മേടിക്കുന്നത്? അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡായിരിക്കും നല്ലത്. അപ്പോൾ അതുള്ളവർ അതെടുക്കുക. എന്നിട്ട് ഒരളവൊന്ന് വരച്ചു, നമ്മുടെ ഒരു സെലോ മാസ്കിൻ ടേപ്പിൻ്റെ ആ ഒരു റൗണ്ടൊന്ന് വരച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തു. ഇനി ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ ഒരു പോർഷൻ, നമ്മൾ ആ വെള്ളം കുടിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഇതുപോലെ കത്തി വെച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ പോർഷൻ നമുക്ക് ആവശ്യമില്ല. പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ അടപ്പൊക്കെ വെച്ച് അടച്ചതിന് ശേഷം അത് ഡയറക്റ്റ് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇല്ലാത്തവർക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഏത് വേണോ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കട്ട് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ആ ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചതിന് ശേഷം അത് ഈ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ അടപ്പില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെ വെച്ചാലും റിസൾട്ട് ഒന്ന് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് താഴ്ഭാഗം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ചുറ്റും മാസ്കിൻ ടേപ്പ് ഒട്ടിക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്തോ ദൈവാനുഗ്രഹത്താൽ സംഭവം എൻ്റെ കയ്യിൽ നിന്ന് കളയാനല്ല, നമ്മുടെ മാസ്കിൻ ടേപ്പ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളിപ്പോൾ ഇത്രയും 2-3 മാസം കൊണ്ട് ആ ഒരു മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യാണ്. എല്ലാ ക്രാഫ്റ്റിലും
നമ്മൾ ഈ ഒരു മാസ്കിൻ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൂടാഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാത്തതും കുറച്ച് ക്രാഫ്റ്റ് അല്ല, നമ്മുടെ അല്ലാത്ത വീട്ടിലെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മുടെ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ട് പുതിയൊരെണ്ണം. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് ഞാൻ അതിൽ ഒട്ടിച്ചില്ല മാസ്കിൻ ടേപ്പ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ആ ഒരു കാർഡ്ബോർഡിൽ മാസ്കിൻ ടേപ്പ് ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലും ആ ഒരു കാർഡ്ബോർഡിലും ഞാൻ ഈ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് ബ്രൗൺ കളർ രണ്ടാമത് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ബ്രൗൺ കളർ ഒരിക്കൽ അടിച്ചു കൊടുത്തിട്ട് വീണ്ടും അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടെ അടിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ചെറിയ ഇതുപോലത്തെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഡയറക്റ്റ് ഇതുപോലെ വെച്ചാലും മതി. അപ്പോൾ അതിൽ ചെറിയ പൂക്കളൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഡിസൈനൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന പൂവൊന്നും ഞാൻ വച്ചു കൊടുത്തിട്ടുണ്ട്. സംഭവം തണ്ടിന് നല്ല നീളം ഉള്ളതുകൊണ്ട് അതിലോട്ട് അത്ര സെറ്റായിട്ട് ഇരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു പൂവെടുത്ത് വച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ പൂക്കൾ മാത്രം വയ്ക്കാനുള്ള ഒരു ഐറ്റം അല്ല ഇത്. നമുക്ക് നമ്മുടെ സ്കെച്ചോ പെന്നോ ഒക്കെ ഇതിലിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പ്ലാന്റ്സ് എന്തെങ്കിലും വേറൊരു ബോട്ടിലോ ചെറിയ കുപ്പി ഗ്ലാസ്സിലോ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ മണി പ്ലാന്റ് അങ്ങനത്തെ പ്ലാന്റൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം. ഡയറക്റ്റ് ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒരു കാർഡ്ബോർഡ് കുതിർന്ന് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്ത് വേണോ നമുക്ക് ചെയ്യാം. നല്ല യൂസുള്ള ഒരു ക്രാഫ്റ്റാണ്, വെറും പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ ക്രാഫ്റ്റിലോട്ട് പോകാം. അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ രണ്ടാമത്തെ ആ ഒരു താഴ്ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലോത്ത് ആണ്. ഇതൊരു ക്യാരി ബാഗാണ്. പ്ലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഷോപ്പുകളിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ക്യാരി ബാഗ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഒട്ടിച്ചെടുത്തപ്പോഴത്തേനും. പക്ഷേ നിങ്ങൾ ഒട്ടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ക്ലോത്തിൻ്റെ നീളം നമുക്ക് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് നമ്മൾ രണ്ടാമത് സെപ്പറേറ്റ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും അകത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഉള്ളിലോട്ട് വച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക.
ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരി ബാഗ് തന്നെയാണ്. ഓറഞ്ച് കളറിലുള്ള ക്യാരി ബാഗ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു സ്റ്റോക്ക് ഇത് ഒരുപാടുണ്ട്, പല പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ബോട്ടിലിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഞാൻ ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലേ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 70-75 രൂപയാണെന്ന് തോന്നുന്നു ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലേ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് നമ്മുടെ ഫോം ഷീറ്റ് പോലെ ആയിരിക്കും. ഈ ഒരു ക്ലേ ഉണങ്ങി വരുമ്പോൾ വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് ചെറിയൊരു പൂ പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഈ ഒരു ക്ലേ എടുത്താൽ ആ ഒരു കവർ, അത് പാക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കവർ നന്നായിട്ട് അടച്ചു വെക്കണം. ഇല്ലെങ്കിൽ കാറ്റ് കാരണം സംഭവം മൊത്തത്തിൽ ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ചെറുതായിട്ട് അത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും ഞാനൊന്ന് അടിപൊളിയാക്കി എടുത്തു. ഒരു കറക്റ്റ് പൂ പോലെയൊക്കെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ആ ബോട്ടിലിൻ്റെ സെൻറ്ററിൽ അത് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു ക്ലേ എടുത്തിട്ട് പിന്നെ ലീഫായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ കൊടുക്കാം കേട്ടോ. ഞാൻ കറക്റ്റ് ആ ഒരു കളർ തന്നെയാണ് വച്ച് കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക്. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൂക്കളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അത് എനിക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫ്ലവർ വേസ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ആ സമയം ഇതിന് വേണ്ടിയിട്ട് കിടന്ന് ഓടണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.